ഡിയർ ഫ്രണ്ട്സ്, ഓർഗാനിക് കെമിസ്ട്രി എക്സാമിനേഷൻ കഴിഞ്ഞ് ആവശ്യത്തിനൊക്കെ നിങ്ങൾ റിലാക്സ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിഷ്ടമുള്ള കളികളും പാട്ടുകളും അങ്ങനെയുള്ള എൻജോയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഇരിക്കാവും. ഏതായാലും നമ്മളിത്രയും പഠിച്ചു, അതുപോലെ ഇത്രയും വീഡിയോസ് കണ്ടു. നിങ്ങളിൽ എത്ര പേർ വീഡിയോസ് കണ്ടു എന്നെനിക്കറിയില്ല. എങ്കിലും നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെട്ട് കാണും എന്ന് എനിക്ക് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ S5 ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തു. ക്വസ്റ്റ്യൻ പേപ്പർ ഈ വീഡിയോയിൽ ആദ്യം തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ, നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ, അത് ഷോർട്ട് വീഡിയോ ആകട്ടെ ഫുൾ വീഡിയോ ആകട്ടെ, അതിൽ വന്ന ഡിസ്കഷൻസ്, പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ എങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി പരീക്ഷയെ നേരിടാം എന്ന രീതിയിൽ ഞാൻ ചെയ്ത ചില വീഡിയോ ക്ലാസ്സസ്, ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ കണ്ടുപോവുകയല്ല. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു നോട്ട്ബുക്കും പേനയും കൊണ്ട് ഇരുന്ന് എഴുതി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി പഠിച്ച് അത് ക്രോസ് റിലേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ ആൽഡിഹൈഡ്സും കീറ്റോൺസും അമീൻസും ആൽക്കഹോൾസും കാർബോക്സിലിക് ആസിഡ്സും നൈട്രോ കോമ്പൗണ്ട്സും കാർബോഹൈഡ്രേറ്റ്, പിന്നെ ചില ലൈറ്ററായിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടായിരുന്നു, സുപ്രാമോളിക്യൂൾസും ഗ്രീൻ കെമിസ്ട്രിയൊക്കെ. അപ്പോൾ ഇതെല്ലാം എങ്ങനെ നമ്മൾ കോറിലേറ്റ് ചെയ്ത് പഠിക്കാം, ഒന്നിൻ്റെ കൺവേർഷൻ, ഒന്നിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ഇങ്ങനെ ഉള്ള ബന്ധങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റു കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നന്നായി ഫ്രീ ആയിട്ടിരുന്ന്, ലൈറ്റ് ഹാർട്ടഡായിട്ടിരുന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് പഠിക്കുക, എഴുതി പഠിക്കുക, റീകളക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് മേടിക്കാം. അപ്പോൾ അത്തരത്തിൽ ഇപ്പം എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഡയറക്റ്റായിട്ട് പറഞ്ഞതായിരിക്കത്തില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് എപ്പോഴും എക്സാമിനേഷൻ എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ആവറേജ് സ്റ്റുഡൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു 25% ക്വസ്റ്റ്യൻസ് കുറച്ച് ഹയർ ലെവലായിരിക്കും, അണ്ടർസ്റ്റാൻഡിങ് ലെവലായിരിക്കും. നിങ്ങൾ പഠിച്ചത് വെറുതെ മെമ്മറൈസ് ചെയ്യുകയല്ല, അത് അപ്ലൈ ചെയ്യുകയാണ്. അത് ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ, അണ്ടർസ്റ്റാൻഡിങ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ. നോളജ് ലെവലിൽ നിന്ന് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലോട്ട് വന്നിട്ട് പിന്നെ ആപ്ലിക്കേഷൻ ലെവലിൽ വരും. അപ്പോൾ ഇവിടെ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് വലുതായിട്ട് ഒരു ആപ്ലിക്കേഷനൊന്നും അങ്ങനെ വരാറില്ല. അണ്ടർസ്റ്റാൻഡിങ് തലത്തിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ നിൽക്കുന്നത്. പിന്നെ എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ആൽഡിഹൈഡിൻ്റെ റിയാക്ഷൻസ് പഠിച്ചത്, അത് കാർബോക്സിലിക് ആസിഡിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതാണ് നമുക്ക് വരുന്ന ആപ്ലിക്കേഷൻ. ആ രീതിയിൽ മനസ്സിലാക്കി പഠിച്ചവർക്ക് നന്നായിട്ട് 70 മാർക്കിൽ 80-ൽ 70 മാർക്കിലധികം മാർക്ക് മേടിക്കാൻ സാധ്യതയുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ കടന്നുപോയത്. നമ്മൾ കടന്നുപോയ വീഡിയോകൾ ആൽഡിഹൈഡ്സ് കീറ്റോൺസിൽ തുടങ്ങി അതിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും എങ്ങനെ പഠിക്കണം, റിഡക്ഷൻ എങ്ങനെ പഠിക്കണം, കണ്ടൻസേഷൻ എങ്ങനെ പഠിക്കണം, ഈ തരത്തിൽ ആയിരുന്നു നമ്മുടെ ഡിസ്കഷൻ. അങ്ങനെ നമ്മൾ അരോമാറ്റിക് റിങ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, ഫീനോൾ, OH ഗ്രൂപ്പിൻ്റെ പാരാഡയറക്റ്റിംഗ് ഇൻഫ്ലുവൻസ്, അതിലൂടെ നമ്മൾ കടന്നുപോയി. അതിനുശേഷം നമ്മൾ ഹാവോർത്ത് സ്ട്രക്ചർ, ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും ഹാവോർത്ത് സ്ട്രക്ചർ കണ്ടു. അതിനപ്പുറം ഓസസോൺ അങ്ങനെയുള്ള റിയാക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും പരീക്ഷ സംബന്ധിച്ച് നമുക്ക് വന്ന പോർഷൻസാണ്. ക്രൗൺ ഈതേഴ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്യുമീൻ ആൻഡ് ക്യുമാരിൻ നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിന്തസിസൊക്കെയാണ് ചോദിച്ചത്. റെഡ്യൂസിങ് ഷുഗേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ സ്പെഷ്യൽ റിയേജൻസ്, ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ്, സോഡിയം ബോറോഹൈഡ്രേറ്റ്, സെലീനിയം ഡയോക്സൈഡ്, ഇത്തരത്തിൽ ഡിസ്കസ് ചെയ്തു. കപ്ലിംഗ് റിയാക്ഷൻ, ഇത് ചില പോർഷൻസ് മാത്രമാണ് ഞാൻ കാണിച്ചത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഈ എ പാർട്ട് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വില്യംസൺ സിന്തസിസ് ആണ്. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചെങ്കിലും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്ത കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് മാത്രമാണ് ഇവിടെ പറയുന്നത്. ക്യുമീൻ്റെയും ക്യുമാരിൻ്റെയും സ്ട്രക്ചർ നമ്മൾ കമ്പയർ ചെയ്തിരുന്നു.
അപ്പോൾ ക്യുമീനിൽ നിന്ന് ഫീനോൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ക്യുമീന് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീനോളിൻ്റെ പ്രിപ്പറേഷനായിട്ടായിരുന്നു പുസ്തകത്തിൽ കൊടുത്തത്. അത് ആസ് സച്ച് ഞാൻ വീഡിയോ ചെയ്തില്ല, എങ്കിലും റോസൻമൺസ് റിഡക്ഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ആൽഡിഹൈഡ്സും കീറ്റോൺസും എന്തുകൊണ്ടാണ് റിയാക്ടിവിറ്റിയിൽ വ്യത്യാസം വരുന്നത്. കാർബണൈൽ ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റി ആൽഡിഹൈഡ്സിന് കൂടുതലാണ്, കീറ്റോൺസിന് അത്രയും ഇല്ല. അത് ഇതിൽ ഈസിലി ഓക്സിഡൈസബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പം ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ കീറ്റോൺ വരുമ്പോഴത്തേക്ക് 2 ആൽക്കൈൽ റാഡിക്കൽ വരും. 2 ആൽക്കൈൽ റാഡിക്കലിൻ്റെ +I ഇഫക്റ്റ് വരുമ്പോഴത്തേക്ക് കാർബണിൻ്റെ പോസിറ്റീവ് ചാർജ് സ്റ്റെബിലൈസ് ചെയ്യും. അതുകൊണ്ട് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷന് റിലക്റ്റൻ്റ് ആയിരിക്കും CO കീറ്റോൺസ്. എന്നാൽ ആൽഡിഹൈഡ്സ് കുറച്ചുകൂടെ എളുപ്പം അഡിഷൻ തരും. താലിക് ആസിഡ്, ഡൈകാർബോക്സിലിക് ആസിഡ്, സ്പെഷ്യൽ ഡൈകാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞ് താലിക് ആസിഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ എക്സാമിൻ ചെയ്തിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകട്ടെ. ഈ തരം സിന്നമിക് ആസിഡ്, താലിക് ആസിഡ്, സിട്രിക് ആസിഡ് ആ കാറ്റഗറിയിൽ ഇതിനെ മെൻഷൻ ചെയ്തിരുന്നു. ദെൻ വളരെ ഡീറ്റെയിൽഡായിട്ട് പല വീഡിയോയിലും പറഞ്ഞതാണ് ഹാവേർത്ത് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ് എറ്റ്സെട്ര, അത് ചോദിച്ചിരുന്നു. ദെൻ നോൺ കോവാലൻറ്റ് ഇൻട്രാക്ഷൻ ക്രൗൺ ഈതേഴ്സിൽ നമ്മൾ പറഞ്ഞു. അത് ക്രൗൺ ഈതറിൻ്റെ ഡിസ്കഷനിലും വന്നു. അതുപോലെ തന്നെ സൂപ്രാമോളിക്യൂളിലും ഇത് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 6 ക്വസ്റ്റ്യൻസ്, 10 ക്വസ്റ്റ്യനും കമ്പൽസറിയാണ് 1 മാർക്കിൻ്റെ. അതിൽ 6 ക്വസ്റ്റ്യൻസ്, 10ൽ 6 മാർക്കും മേടിക്കാം. ഈ റിയാക്ഷൻ ക്യുമീൻ്റെ റിയാക്ഷനിൽ പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്കും മേടിക്കാം. അല്ലെങ്കിൽ എന്തായാലും 5 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്ന തരത്തിൽ നമ്മുടെ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് പഠിച്ചവർക്ക് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് സെക്ഷൻ ബി. സെക്ഷൻ ബിയിൽ ഫീനോളിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ, സൾഫണേഷനാണ്. ഫീനോളിൽ നമ്മൾ ബ്രോമിനേഷനും നൈട്രേഷനുമാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കും, സൾഫണേഷൻ, സെയിം മെക്കാനിസം, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഓർത്തോ പാരാ ഡെറിവേറ്റീവ് ഫോർമേഷൻ. ദെൻ ന്യൂക്ലിയോഫിലിക് അഡിഷൻ ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്സ്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതും നമ്മൾ ഡിസ്കഷനിൽ വന്നതാണ്. എപ്പോഴും പറയുന്നതാണ് ഈ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട്, ഓക്സിജൻ മോർ ഇലക്ട്രോ നെഗറ്റീവ്, ഇലക്ട്രോമെറിക് ഷിഫ്റ്റ് കൊണ്ട് പ്ലസ് അഡിഷൻ. അതിൽ HCNൻ്റെ അഡിഷനും HCNൻ്റെ അഡിഷനും അതുപോലെ തന്നെ സോഡിയം ബൈസൾഫേറ്റ് അഡിഷനുമാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കി എന്തായാലും എഴുതാം. പിന്നെ MPV റിഡക്ഷൻ, അത് നമ്മൾ അങ്ങനെ തന്നെ MPVയും HBZ റിയാക്ഷനും ഡിസ്കസ് ചെയ്തൊരു വീഡിയോയിൽ ആസിഡ് ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷൻ, ആസിഡ് ക്ലോറൈഡ് എന്താണെന്നും അതെങ്ങനെയാണ് COCl പ്രിപ്പയർ ചെയ്യുന്നതെന്നും പല ഡിസ്കഷനിലും വന്നതാണ്. നെക്സ്റ്റ് ഈസ് ക്യുമാറിൻ. ക്യുമീൻ്റെ കൂടെ ക്യുമാറിൻ പറഞ്ഞതാണ് ഓർത്തോ ഹൈഡ്രോക്സി സിന്നമിക് ആസിഡ്. സിന്നമിക് ആസിഡിൽ ഓർത്തോ പൊസിഷനിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരുന്നത്. ദെൻ ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് അമീൻസ് ഡിഫറൻസസ് ആണ്. അപ്പോൾ ഇത് ശരിക്ക് ആലിഫാറ്റിക് അമീൻസിൻ്റെ ഡിസ്റ്റിങ്യൂഷിങ് ടെസ്റ്റ്, അത് നമ്മൾ ഹിൻസ്ബർഗ് ടെസ്റ്റും HNO2 അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. HNO2 പ്രിപ്പയർ ചെയ്താൽ ആ HNO2 എന്ന് പറയുന്നത് സോഡിയം നൈട്രൈറ്റും HClഉം ഐസ് കോൾഡ് കണ്ടീഷനിലാണ്. അപ്പോൾ അത് റിയാക്ട് ചെയ്യുമ്പം നമുക്ക് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമീൻസ് ഡിഫറെൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും എഴുതുക. പിന്നെ ആരോമാറ്റിക് അമീൻ ആണെങ്കിൽ അവിടെ ഡയസറ്റൈസേഷൻ ആണെന്ന് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി പഠിച്ചവർക്ക് ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ത്രൂ ഔട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അനോമേഴ്സ് ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ പൈറാനോസൈഡ് ലിങ്കേജ്, പൈറാനോസ് സ്ട്രക്ചർ വരയ്ക്കുമ്പം ആൽഫ ബീറ്റ ഡി ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത് അനോമർ. PTC, ദാറ്റ് ഈസ് ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിസ്, സൂപ്രാമോളിക്യൂൾസിൻ്റെ ബോണ്ടിങ്ങിനകത്ത് പ്രത്യേകമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ക്വാട്ടർണറി അമോണിയം സോൾട്സിൻ്റെ ഫേസ് ട്രാൻസ്ഫർ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി. ദെൻ സെക്ഷൻ സിയിൽ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സെക്ഷൻ ബിയിൽ ഏതാണ്ട് 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം 2 മാർക്കിൽ. 16 മാർക്ക് മാക്സിമം നിങ്ങൾക്ക് ഈ വീഡിയോസ് കൃത്യമായിട്ട് കണ്ട് പഠിച്ച് എഴുതിയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് സി സെക്ഷനിൽ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ആൽക്കഹോൾസിൻ്റെ ഡിസ്റ്റിങ്യൂഷൻ ടെസ്റ്റ്, ലൂക്കാസ് ടെസ്റ്റും വിക്ടർമേയസ് ടെസ്റ്റും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ, ഇതാണ് നമ്മുടെ തുടക്കം വീഡിയോ തന്നെ. ആൽഡിഹൈഡും കീറ്റോണും ഏതെല്ലാം ഓക്സിഡേഷൻ വഴിയും റിഡക്ഷൻ വഴിയും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്, ആൽക്കഹോൾസിൻ്റെ ഓക്സിഡേഷനും അതുപോലെ തന്നെ കാർബോക്സിലിക് ആസിഡ്സിൻ്റെ റിഡക്ഷനും വഴി ചെയ്യാവുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു.
നെക്സ്റ്റ് ഈസ് സക്കറിൻ. സക്കറിൻ്റെ ഒരു ചെറിയ വീഡിയോ നമ്മൾ എന്താണ് സാക്കറിൻ എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു പ്രിപ്പറേഷനായിട്ടാണ് ചോദിച്ചിരുന്നത്. യൂസസും അതിൻ്റെ യൂസസ് എന്ന് പറയുന്നത് അതിൻ്റെ റിയാക്ഷനായിട്ടല്ല, അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഷുഗർ എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ഷുഗർ എന്നൊക്കെ വിളിച്ചിരുന്ന കാര്യങ്ങൾ. ദെൻ ഡൈസോണിയം സോൾട്ട്സ്. ഡൈസോണിയം സോൾട്ട്സ് നമ്മൾ കപ്ലിംഗ് റിയാക്ഷൻ എന്നുള്ള വീഡിയോയിലാണ് ഡൈസോണിയം സോൾട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നത്. ദെൻ റെഡ്യൂസിങ് ഷുഗർ, അത് ലാസ്റ്റ് ടുവേഴ്സ് ദി എൻഡ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന്, നിങ്ങളുടെ എക്സാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്ത ചില വീഡിയോ ആണ്. ഞാൻ പെട്ടെന്ന് റെഡ്യൂസിങ് ഷുഗർ ഒന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിരുന്നത്. ഫെല്ലിംഗ് സൊല്യൂഷനും ടോളറൻസ് റിയേജൻറ്റിനെയും റെഡ്യൂസ് ചെയ്യുന്ന കാര്യം. ദെൻ കീറ്റോസ് ടു ആൽഡോസ്. ആൽഡോസ് ടു കീറ്റോസ് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചു. അപ്പോൾ കീറ്റോസിനെ ആൽഡോസ് ആക്കുന്നത് എങ്ങനെ, അതും ഞാൻ അവസാനം ചെയ്ത വീഡിയോ ആണ്. ഫ്രക്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. സെലിനിയം ഡയോക്സൈഡ് നമ്മൾ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് സോഡിയം ബോറോഹൈഡ്രൈഡ് ഒക്കെ പറഞ്ഞപ്പം കൃത്യമായിട്ട് ഇതിൻ്റെ യൂസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 12 പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി, അത് റിപ്പീറ്റഡായിട്ട് പറഞ്ഞതാണ്. സിമ്പിൾ പ്രിൻസിപ്പിളാണ്. എങ്ങനെയാണ് ഒരു ആറ്റം ഇക്കണോമിക്കായിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്, അതാണ് ഗ്രീൻ കെമിസ്ട്രിയുടെ 12 പ്രിൻസിപ്പിൾസ്. അത് നിങ്ങൾ പഠിക്കാൻ പറഞ്ഞിരുന്നു. ദെൻ അപ്പോൾ ഇതിനകത്തപ്പോൾ എങ്ങനെയാണ് സെക്ഷൻ സിയിൽ 6-8 മാർക്കിന് വരെ നമ്മൾ പഠിച്ച പോർഷൻസാണ്. ഇനി കുറച്ച് ഒഴിവാക്കിയാലും എന്തായാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് 6 × 4 24 മാർക്സ് അവിടുന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ദെൻ സെക്ഷൻ ഡി ഇത് എസ് എ, അത് 15 മാർക്ക് വീതമുള്ള 2 ക്വസ്റ്റ്യൻസാണ്. അതിൽ ആദ്യത്തെ റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ ഓഫ് കാർബണൈൽ. ഇപ്പോൾ CO ആൽഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും റിഡക്ഷനും ഓക്സിഡേഷൻ റിയാക്ഷൻസും ഇഷ്ടംപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ COOHൻ്റെ പ്രിപ്പറേഷൻ, കാർബോക്സിലിക് ആസിഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതെന്ന് പറയുന്നത് ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും ഓക്സിഡേഷൻ റിയാക്ഷനിൽ ഉള്ള സംഗതികളാണ് പ്രിപ്പറേഷൻ. പിന്നെ എല്ലാ ഗ്രൂപ്പിലും സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനുമുള്ള റിയാക്ഷൻസ് ഞാൻ പ്രത്യേകം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂടി പറഞ്ഞതാണ്. പിന്നെ അമീൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമീൻസ്, പിന്നെ ആലിഫാറ്റിക് ആരോമാറ്റിക് അമീൻസ്, പിന്നെ അതിൻ്റെ റിയാക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് പല ടെസ്റ്റുകൾ നിങ്ങൾ പഠിക്കുന്നതിനകത്ത് നിന്ന് തന്നെ റിയാക്ഷൻസ് എഴുതാം. അതിൽ ബ്രോമമൈഡ് സിന്തസിസ്, താലിമൈഡ് സിന്തസിസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് റിയാക്ഷൻസും ഒക്കെ പ്രത്യേകം ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് 30 മാർക്കും കിട്ടും. അപ്പോൾ നന്നായി ഇത് യൂട്ടിലൈസ് ചെയ്തൊരു കുട്ടിക്ക് സെക്ഷൻ സിയിൽ നിന്ന് 30 മാർക്ക്, സെക്ഷൻ ബിയിൽ നിന്ന് 24, 54ആയി. 54ഉം 6ഉം 60ഉം 10ഉം 70 മാർക്കായി. പിന്നെ 76. അപ്പം ഇത്രയും മാർക്ക് മേടിക്കാൻ നിഷ്പ്രയാസം കഴിയുമെന്നുള്ളതാണ് 70. അപ്പോൾ ഇത്തരത്തിൽ ഈ വീഡിയോസ് നന്നായി കണ്ട് മനസ്സിലാക്കി പഠിച്ച ഒരു കുട്ടിക്ക് യാതൊരു വിഷമമില്ലാതെ 70+ മാർക്ക് വാങ്ങാം. പക്ഷേ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്, നിങ്ങളിത് പഠിച്ച് മാർക്ക് വാങ്ങിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്പിംഗ് ആണെന്നാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയൂ. നിങ്ങൾ പരീക്ഷ നന്നായി ഇത് എഴുതിയിട്ടുണ്ടോ, നിങ്ങൾക്ക് ഈ ഡിസ്കഷൻ നിങ്ങൾക്ക് സഹായമായിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറയുക, അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് പറയുക. ഓക്കെ, താങ്ക് യു.